ഭാരതീയ സംസ്കാരം വിദേശികളെ ദൈവതുല്യം കരുതണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതിഥി ദേവോ ഭവ എന്ന ഈ ആപ്തവാക്യമാണ് ഇന്ത്യൻ ടൂറിസത്തിന്റെ ആധാരശില. എന്നാൽ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ഈയിടെ ഉണ്ടായ ഒരു സംഭവം ഈ സങ്കല്പങ്ങളെ ആകെ തകിടം മറിക്കുന്നതും ലജ്ജിപ്പിക്കുന്നതുമാണ്. വിദേശ ടൂറിസ്റ്റുകൾക്ക് അനാശാസ്യവൃത്തിക്കായി പെൺകുട്ടികൾ വാഗ്ദാനം ചെയ്യുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ നടപടി രാജ്യത്തിന്റെ അഭിമാനത്തിന് വലിയൊരു കളങ്കമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രശസ്ത ട്രാവൽ ബ്ലോഗറായ ഡേവിഡ് ഡാക്സിയോ എന്ന വിദേശ സഞ്ചാരിക്കാണ് ഡൽഹിയിൽ വെച്ച് ഈ ദുരനുഭവം ഉണ്ടായത്. നഗരമധ്യത്തിലൂടെ പകൽ സമയത്ത് ഓട്ടോയിൽ സഞ്ചരിക്കവെയാണ് ഡ്രൈവർ ഇത്തരമൊരു വാഗ്ദാനവുമായി അദ്ദേഹത്തെ സമീപിച്ചത്. ടൂറിസ്റ്റ് തന്നെ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടതോടെ രാജ്യം ഞെട്ടിക്കുന്ന ഈ വാർത്ത അറിഞ്ഞത്. യാത്രക്കിടയിൽ സ്വാഭാവികമായ സംസാരം എന്ന നിലയിൽ തുടങ്ങി പതുക്കെ അനാശാസ്യത്തിലേക്കും പെൺവാണിഭത്തിലേക്കും ഡ്രൈവർ ചർച്ച വഴിതിരിച്ചു വിടുകയായിരുന്നു. തനിക്ക് അനാശാസ്യത്തിന് സൗകര്യമൊരുക്കാമെന്നും അതിനായി മുറി ഏർപ്പാടാക്കി തരാമെന്നും ഡ്രൈവർ വാഗ്ദാനം ചെയ്തു. വീഡിയോയിൽ കേൾക്കുന്ന ഓട്ടോ ഡ്രൈവറുടെ വാക്കുകൾ അത്യന്തം ഗൗരവകരമാണ്. തനിക്ക് താല്പര്യമില്ലെന്ന് വിദേശി പലതവണ വ്യക്തമാക്കിയിട്ടും ഡ്രൈവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. എന്റെ പക്കൽ ചെറിയ പഠനങ്ങളുണ്ട്, വെറും 20 മിനിറ്റിനുള്ളിൽ അത് ലഭ്യമാണ് എന്ന രീതിയിലുള്ള സംസാരം ഒരു മനുഷ്യക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തന ശൈലിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം, പ്രായമായ സ്ത്രീകളോട് താല്പര്യമില്ലെങ്കിൽ 18 മുതൽ 20 വയസ്സ് വരെ മാത്രം പ്രായമുള്ള യുവതികളെയും പെൺകുട്ടികളെയും നൽകാമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പണം അധികം നൽകേണ്ടതില്ലെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നുണ്ട്. യാത്രയ്ക്ക് താൻ അത്യന്തം അസ്വസ്ഥനായിരുന്നുവെന്നും ഡ്രൈവറുടെ ഈ സമീപനം തന്നെ ഭയപ്പെടുത്തിയെന്നും ഡേവിഡ് പറയുകയുമുണ്ടായി. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. ഡൽഹി പോലീസിനെയും കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിനെയും ടാഗ് ചെയ്തുകൊണ്ടാണ് ആഫിഡ് ആളുകൾ രംഗത്തെത്തിയത്. ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ രാജ്യത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഭീഷണിയാണെന്നും ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടു. വിദേശ സഞ്ചാരികൾക്കിടയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള തെറ്റായ ധാരണ പടർത്താൻ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാരണമാകുന്നുണ്ട്. സോളോ ട്രാവലേഴ്സ് ഡൽഹി പോലുള്ള നഗരങ്ങളിൽ സുരക്ഷിതരല്ല എന്ന സന്ദേശമാണ് ഇത്തരം വാർത്തകൾ പ്രതീക്ഷിക്കുന്നത്. ഡൽഹി പോലീസ് വിദേശികളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ടൂറിസ്റ്റ് പോലീസ് വിഭാഗത്തെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഇത്തരം സാമൂഹിക വിരുദ്ധർ കടന്നുകൂടുന്നത് വലിയ തോതിൽ വെല്ലുവിളിയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ടാക്സി ഡ്രൈവർമാരെയും നിയന്ത്രിക്കാൻ കൃത്യമായ ഒരു സംവിധാനം ആവശ്യമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ പൊതുഗതാഗത ഡ്രൈവർമാരെയും പശ്ചാത്തലം പോലീസ് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഓട്ടോറിക്ഷകളിലും ടാക്സികളിലും ടൂറിസ്റ്റുകൾക്ക് പരാതിപ്പെടാൻ സഹായിക്കുന്ന GPS അധിഷ്ഠിത പാനിക്കൽ ബട്ടണുകൾ നിർബന്ധമാക്കണം. അതോടൊപ്പം വിദേശ സഞ്ചാരികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് ഡ്രൈവർമാർക്ക് കൃത്യമായ ക്ലാസുകൾ നൽകണം. ഈ വീഡിയോ വെറും ഒരു അനാശാസ്യ വാഗ്ദാനമായി മാത്രം കാണാൻ കഴിയില്ല. പ്രായപൂർത്തിയാകാത്ത അധ്യാപകർ തന്റെ പക്കലുണ്ടെന്ന് ഡ്രൈവർ പറയുന്നത് ഗൗരവമായ ഒരു ക്രിമിനൽ സംഘത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിന്നോക്ക ഗ്രാമങ്ങളിൽ നിന്നും മറ്റും കുട്ടികളെ എത്തിക്കുന്ന ഇത്തരം സംഘങ്ങൾ വലിയ നഗരങ്ങളിലും പ്രവർത്തിക്കാം. ഈ ഡ്രൈവറെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്താൽ വലിയൊരു പെൺവാണിഭ സംഘത്തെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇന്ത്യൻ ടൂറിസം ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. ഡൽഹി പോലീസ് ഈ ഡ്രൈവർക്കെതിരെ സ്വീകരിക്കുന്ന നടപടി മാതൃകാപരമായിരിക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് തടയിടാൻ സാധിക്കൂ. ഓരോ വിദേശ സഞ്ചാരിയും നമ്മുടെ രാജ്യത്തിന്റെ അതിഥിയാണ്. അവരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് മികച്ച യാത്രാനുഭവം നൽകേണ്ടതും ഓരോ പൗരന്റെയും ഭരണകൂടത്തിന്റെയും കടമയാണ്. ഒരു വിദേശിയുടെ ക്യാമറയിൽ ഇത്തരമൊരു സംഭവം പതിഞ്ഞത് ഒരു ഭാഗ്യമായി കാണാം. എന്നാൽ ക്യാമറയിൽ പതിയാതെ എത്രയെത്ര സമാനമായ ക്രൂരതകളും ചൂഷണങ്ങളും ഡൽഹി നഗരത്തിന്റെ ഇടവഴികളിൽ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ഗൗരവമുള്ളതാണ്. ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.